ആരാണ് നരേന്ദ്രമോദി? ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി? എന്താണ് 2014 രാജ്യം കണ്ട വിസ്മയം? എന്താണ് രാജ്യം കണ്ട മാറ്റം? ആ മാറ്റം നരേന്ദ്രമോദി എന്ന നേതാവ്, നരേന്ദ്രമോദി എന്ന സ്വയം സേവകൻ, നരേന്ദ്രമോദി എന്ന രാഷ്ട്രതന്ത്രജ്ഞൻ, നരേന്ദ്രമോദി എന്ന ഭരണാധികാരി, നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നരേന്ദ്രമോദി എന്ന അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഈ വ്യക്തിത്വമൊക്കെ വരച്ചു കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം നരേന്ദ്രമോദി ക്രിയേറ്റീവ് ഡിസ്റപ്റ്റർ എന്ന പുസ്തകം ഡോക്ടർ ആർ ബാലശങ്കറിന്റേതാണ്. ആ പുസ്തകം നരേന്ദ്രമോദി നേരിട്ട് ഡോക്ടർ ബാലശങ്കറിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഏറ്റുവാങ്ങുമ്പോൾ അത് ഡോക്ടർ ബാലശങ്കറിനെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഇന്ത്യയുടെ പുതിയ 2014 ഇന്ത്യ തീർത്തും വ്യത്യസ്തമാണ്. ആ 2014 ഇന്ത്യയെ അറിയാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും സൂക്ഷ്മ ദർശനം നൽകുന്ന ബുക്കാണ് നരേന്ദ്രമോദി ക്രിയേറ്റീവ് ഡിസ്റപ്റ്റർ എന്ന് പറയുന്നത്. മേക്കർ ഓഫ് ന്യൂ ഇന്ത്യ, പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കപ്പെടുന്നത് ഏതു തരത്തിലാണ്? 2014 മുമ്പുള്ള ഇന്ത്യ, 2014 ശേഷമുള്ള ഇന്ത്യ, ആ ഇന്ത്യക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇന്ത്യയെ വ്യത്യസ്തമാക്കിയത് നരേന്ദ്രമോദി? 2014 മുമ്പുള്ള ഇന്ത്യ അതിൻ്റെതായ ഒരു ചരിത്രമുണ്ട്. 2014 ശേഷമുള്ള ഇന്ത്യ പുതിയ ചരിത്രം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ വരുന്നത്. ആ വിലയിരുത്തലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ ആ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ, ആ 2014 മുമ്പ് രാജ്യത്ത് നിലനിന്നിരുന്ന സാമ്പത്തിക സ്ഥിതി ഏതു തരത്തിലാണ്? രാജ്യത്ത് നിന്നിരുന്ന ജനാധിപത്യ സ്ഥിതി ഏതു തരത്തിലാണ്? രാജ്യത്ത് നിലനിന്നിരുന്ന ഭരണക്രമം ഏതു തരത്തിലാണ്? രാജ്യത്ത് നിലനിന്നിരുന്ന ഉദ്യോഗസ്ഥ ക്രമം ഏതു തരത്തിലാണ്? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യക്ക് വന്നിട്ടുള്ളത്? അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ആ ഒരു ഭരണാധികാരിയിലേക്ക് നരേന്ദ്രമോദി എന്ന വ്യക്തി എത്താനുണ്ടായ സാഹചര്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ്? ഇതൊക്കെയാണ് ഡോക്ടർ ആർ ബാലശങ്കർ ഈ പുസ്തകത്തിൽ വരച്ചു കാട്ടുന്നത്. അത് തീർച്ചയായിട്ടും ഈ പുസ്തകം നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ പോരാട്ടത്തിന്റെ കഥയാണ്. ആ പോരാട്ടം, ആ വ്യക്തി അധികാരത്തിലേക്ക് എത്തുമ്പോൾ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ അത് നൽകുന്ന പ്രതീക്ഷയെ കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത്. നരേന്ദ്രമോദി ഒരിക്കലും ഒരു ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ അല്ല. ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ അല്ല നരേന്ദ്രമോദി. അതിനപ്പുറത്തേക്ക് നിതാന്തമായ ജാഗ്രതയോടുകൂടി, നിതാന്തമായ തപസ്സോടുകൂടി ജനസേവനത്തെ അർത്ഥമാക്കുന്ന തരത്തിൽ കഠിനാധ്വാനത്തിൽ കൂടി കടന്നു വന്ന വ്യക്തിയാണ്. ആ തരത്തിലാണ് ആ പുസ്തകം പറയുന്നത്. ഈ പുസ്തകത്തെ കുറിച്ച് ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ ബൗദ്ധികപരമായ സത്യസന്ധതയും അതോടൊപ്പം തന്നെ ചരിത്രപരമായ ആവശ്യകതയുമാണ് ഈ പുസ്തകം എന്നാണ് വിവിധ ആൾക്കാർ, പുസ്തകം വായിച്ച ആൾക്കാർ പറയുന്നത്. ഒരു പാർട്ടി പ്രവർത്തകന്റെ അല്ലെങ്കിൽ RSSനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ പുസ്തകമാകുമ്പോൾ ആ പുസ്തകത്തെ ഏതു തരത്തിലാണ് എന്നുള്ളത് അമിത്ഷാ തന്നെ അതിൽ കൃത്യമായി പറയുന്നുണ്ട്. തീർത്തും സ്വതന്ത്രമായ പുസ്തകം. ആ പുസ്തകത്തിലെ പല നിലപാടുകളോടും പാർട്ടിക്ക്, BJPയുടെ നിലപാടുകൾക്ക് BJPക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. പക്ഷേ എഴുത്തുകാരന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വളരെയേറെ ബഹുമാനിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തന്നെയാണ്. അതോടൊപ്പം സാധാരണക്കാർ അധികാരം കൈയാളുന്നത് ഏതു തരത്തിലാണ്? രാജ്യത്തിന്റെ ഭരണക്രമത്തിലേക്ക്, പ്രധാനമന്ത്രി പദത്തിലേക്ക് സാധാരണക്കാർ എത്തിച്ചേരുന്ന അവസ്ഥ, അതിന്റെ ഒരു ബിംബമായി നരേന്ദ്രമോദി മാറുകയാണെങ്കിൽ എങ്ങനെയാണ് ആ കാര്യങ്ങൾ വരുന്നത് എന്ന് പുസ്തകം വളരെ കൃത്യമായി വരച്ചു കാട്ടുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം, വ്യക്തി ജീവിതത്തിനപ്പുറത്തേക്ക്, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക്, RSS പ്രചാരകൻ എന്നതിനപ്പുറത്തേക്കാണ് ഈ പുസ്തകത്തിന്റെ സാധ്യത. ആ സാധ്യത എന്നാൽ അദ്ദേഹത്തിന് ക്ലിയർ കട്ട് മാൻഡേറ്റ്, ക്ലിയർ കട്ട് ആയിട്ട് ഭൂരിപക്ഷം ലഭിക്കുന്നതിനെ കുറിച്ച്, എങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് ഒരു തമ്പിങ് ഇംപ്രഷൻ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ജനാധിപത്യ ക്രമത്തിൽ ഭൂരിപക്ഷ
തെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജനകീയ കാര്യങ്ങളെ കുറിച്ച്, അതോടൊപ്പം അദ്ദേഹം അതിൽ വിജയിച്ചതിനെ കുറിച്ചൊക്കെ ഈ പുസ്തകം വളരെ കൃത്യമായി വിവരിച്ചു കാണിക്കുമ്പോൾ ദി ക്രിയേറ്റീവ് ഡിസ്റപ്റ്റർ ആ തരത്തിൽ വളരെയേറെ 2014 അധികാര കൈമാറ്റം, നരേന്ദ്രമോദിയിലേക്കുള്ള അധികാര കൈമാറ്റം, അതിനുശേഷമുള്ള ഇന്ത്യയാണ് വരച്ചു കാട്ടപ്പെടുന്നത്. അതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്, ഒരു മാറ്റം, ഒരു പരിണാമം സംഭവിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ഭരണക്രമത്തിൽ. 2014 മുമ്പുള്ള ഭരണക്രമത്തിൽ നിന്നും 2014 എത്തുമ്പോൾ ആ കൈമാറ്റം, അത് ഇന്ത്യയുടെ ഭരണക്രമത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു, പരിണാമം സിദ്ധിച്ചിരിക്കുന്നു എന്ന വിലയിരുത്തലാണ് ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ, ഈ പുസ്തകത്തിന്റെ ഉപജ്ഞാതാവ്, എഴുത്തുകാരൻ, ഗ്രന്ഥകാരൻ പറഞ്ഞു വെക്കുന്നത്. അത് വളരെ കൃത്യമായി പറയുമ്പോൾ തന്നെ 2014 മുമ്പുള്ള രാജ്യം, ആ 2014 മുമ്പുള്ള ഇന്ത്യയെ മാറ്റിമറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആയിട്ടുണ്ട്. അത് വളരെ കൃത്യമായി നടക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു 1984. അത് ഇടനിലക്കാരെ അധികാരത്തിന്റെ ഇടനാഴികകളിൽ നിലനിൽക്കുന്ന ഇടനിലക്കാരെ ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ അധികാരത്തിന്റെ ഇടനിലക്കാരെ ഒഴിവാക്കുക, അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കുക. ആ തരത്തിൽ രാജീവ് ഗാന്ധി പറഞ്ഞ 1984 പറഞ്ഞ ആശയം വളരെ കൃത്യമായി നടപ്പാക്കിയത് 2014 നരേന്ദ്രമോദിയാണ്. അവിടെ ഭരണാധികാരിയും അതോടൊപ്പം ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതായി, ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതായി. ഒറ്റ ക്ലിക്കിൽ ഒരു ഫോൺ കോളിലൂടെയോ ഒരു വാട്സാപ്പ് സന്ദേശത്തിലൂടെയോ ഒരു ട്വിറ്റർ പോസ്റ്റിലൂടെയോ ഒക്കെ ജനഹിതം അങ്ങോട്ട് അറിയിക്കാനും ഭരണാധികാരിയുടെ മനസ്സ് ജനത്തെ അറിയിക്കാനും ഒക്കെ സാധിച്ച ഒരു ഭരണക്രമം, അത് മാറ്റത്തിന്റെ ഭരണക്രമമാണ്. ആ മാറ്റത്തിന്റെ ഭരണക്രമം വളരെ സത്യസന്ധമായി വരച്ചു കാട്ടുന്ന പുസ്തകം നരേന്ദ്രമോദി ക്രിയേറ്റീവ് ഡിസ്റപ്റ്റർ, ഡോക്ടർ ആർ ബാലശങ്കറിന്റെ പുസ്തകം. അത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഏറ്റുവാങ്ങിയിരിക്കുന്നു. ആ പുസ്തകത്തിന്റെ പതിപ്പ് എന്നതും ഒരു ചരിത്ര മുഹൂർത്തമായി നിലകൊള്ളുന്നു.